നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UAയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് കഴിഞ്ഞാൽ 12 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് GNM ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞിട്ട് 12 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരെയും അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണോ ഇവിടെ കൺസിഡർ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ് പെർ ദ UA എല്ലായിടത്തും നമ്മൾ GNM ആണെങ്കിൽ നമ്മളെ അവരെന്താക്കുന്നുണ്ട്, അസിസ്റ്റൻ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസേ അവർ തരുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ DH ഓർ DOH ഓർ MOH നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ വൺസ് നമ്മൾ പ്രോമെട്രിക് എക്സാം എഴുതിയാൽ നമുക്ക് അതിലേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അസിസ്റ്റന്റ് നേഴ്സ്. GNM കഴിഞ്ഞവരെ എല്ലാവരെയും അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അവരെ RN ആയിട്ട് ആരും എടുക്കുന്നില്ല കേട്ടോ. അത് പണ്ട് ഒരു 10-12 വർഷം മുന്നേയൊക്കെ GNM കഴിഞ്ഞവർക്കൊക്കെ അവർ RN ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത് അങ്ങനെ കുറേ പേര് RN ആയിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ അവരുടെ സർട്ടിഫിക്കറ്റിലല്ല, അവരുടെ ലൈസൻസിൽ അവർ RN എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് പ്രൊമോഷൻ എന്ന രീതിയിൽ പണ്ട്. പക്ഷെ അതിന് ശേഷം ഇവിടുന്ന് ഫുള്ള് GNMസിനെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ലൈസൻസിലും കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, RN ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യുന്ന, അതായത് BSc നേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സാലറിയിലും ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. GNMസിന് വളരെ കുറച്ച് സാലറിയാണ് ഇവിടെ UAയിൽ എല്ലായിടത്തും കിട്ടുന്നത്. മാക്സിമം ഒരു 6000. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാലറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. GNMസിന് എത്ര കിട്ടും, അതുപോലെ തന്നെ RNന് എത്ര കിട്ടും, ഹോസ്പിറ്റലിൽ എത്ര കിട്ടും, ക്ലിനിക്കിൽ എത്ര കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് നേഴ്സിന് ഇപ്പം എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, ഇപ്പൊ 15, 20, 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവരെ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് ലൈസൻസും കിട്ടുന്നത് കേട്ടോ. അവരെ എത്ര എക്സ്പീരിയൻസ് ഒന്നും അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഡിപ്ലോമ ഒരു ഡിഗ്രി അതാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഇതാക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് സാലറിയും ഉള്ളത്. സാലറിനെ കുറിച്ചിട്ടും ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് RN ചെയ്യുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇഞ്ചക്ഷൻസ്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള പേഷ്യൻ്റ് അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ കെയറുകൾ, ട്രക്യോസ്റ്റമി കെയർ, ജെനോസ്റ്റമി കെയർ, അങ്ങനത്തെ പിന്നെ എന്താ പറയുക, വലിയ ബ്ലഡ് കളക്ഷൻസ്, ഇഞ്ചക്ഷൻസുകൾ, മെഡിക്കേഷൻ പ്രിപ്പറേഷൻ, മെഡിക്കേഷൻസ്, അത് ഒരു കാര്യവും പേഷ്യൻറ്റിന് ഇതുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അസിസ്റ്റന്റ് നേഴ്സിന് അവിടെ ആസ് പെർ ദ UA റൂൾ അനുസരിച്ചിട്ട് നമുക്ക് പെർമിറ്റഡ് അല്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് വൈറ്റൽസ് എടുത്തു കൊടുക്കുന്നത്, ബെഡ്ഷീറ്റ്, ബെഡ് മേക്കിങ്, അതുപോലെ നെബുലൈസേഷനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. RN വന്ന് നമുക്ക് എല്ലാം എടുത്തു തരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി അവിടെ നിന്ന് അസസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, കെയർ കൊടുക്കുക, പൊസിഷൻ കൊടുക്കുന്നത്, പിന്നെ അല്ലാത്ത ഡയപ്പർ മാറ്റൽ, കാര്യങ്ങൾ, കത്തീറ്റർ കെയർ, അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ അസിസ്റ്റന്റ് നേഴ്സിന് ഹോസ്പിറ്റലിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ചെയ്യാൻ പറ്റില്ല. ക്ലിനിക്കിൽ അസിസ്റ്റന്റ് നേഴ്സിന് അവരെടുക്കുന്നുണ്ട്, അവർക്ക് എന്താക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് ഇതും കാര്യങ്ങളൊക്കെ. പക്ഷേ ആസ് പെർ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലിനിക്കിലും ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഡെന്റൽ ക്ലിനിക്കിൽ പ്രൊസീജിയർ കാര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യണം. നമ്മളവിടെ പ്രൊസീജിയറോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യുന്നു, ഡോക്ടേഴ്സിന് ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആസ്തെറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു, അതും നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർമിഷൻ ഉണ്ട്. അതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊന്നും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. അസ്തെറ്റിക്കിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കോസ്മെറ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പെർമിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡെർമയിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചില ക്ലിനിക്സിലൊക്കെ ഇപ്പോൾ OPDയിലായിരിക്കും അധികം അസിസ്റ്റന്റ് നേഴ്സിന് ഇടുന്നത്. ഹോസ്പിറ്റലാണെങ്കിൽ പോലും അസിസ്റ്റന്റിനെ ക്ലിനിക്കിലാണ് ഇടുന്നത്, അതായത് OPDയിൽ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസ് വരുന്നു, അവരെ അസിസ്റ്റ് ചെയ്യുന്നു, വൈറ്റൽസ് നോക്കുന്നു, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വിടുന്നു. എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, RN ആണ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ RN നേഴ്സാണുള്ളത്, അവരാണ് അതെല്ലാം ചെയ്യുന്നത്. അസിസ്റ്റന്റിന് വേറെ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പ്രൈവറ്റ്
ക്ലിനിക്കിലാണെങ്കിലും OPDയിലാണ് അസിസ്റ്റൻറ്റിനൊക്കെ ഇടുന്നത്. അല്ലാണ്ട് അസിസ്റ്റൻറ്റിനെ നമുക്ക് വാർഡിലും ICUലൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. RNൻ്റെ അണ്ടറിലായിട്ട് നിന്നിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പൊസിഷനിങ്, ബെഡ് മേക്കിംഗ്, അല്ലാണ്ട് പുതിയ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുക, ഇപ്പോൾ MRIക്ക് കൊണ്ടുപോകുക, എക്സ്റേക്ക് കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് അസിസ്റ്റൻറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് എന്നുള്ളതിൽ കാര്യമില്ല. GNM ആണ് കഴിഞ്ഞെങ്കിൽ അത് അസിസ്റ്റൻറ്റ് തന്നെയായിരിക്കും കേട്ടോ ഇവിടെ എടുക്കുന്നത്. സാലറി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസോ ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ GNM കഴിഞ്ഞവരെ RN ആയിട്ട്, സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. നമ്മളെല്ലാം പേഷ്യൻസിന് തരും, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നാട്ടിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇവിടെ അസിസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.